ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മഷിത്തണ്ടിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ കുഞ്ഞു നാളിലൊക്കെ നമ്മൾ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്ലേറ്റിൽ പച്ച എന്നൊക്കെയാണ് അന്ന് പറഞ്ഞ, സ്ലേറ്റിൽ തേക്കുന്ന പച്ചയാണ് എന്ന് പറയാം. അപ്പം ഞാൻ ഈ വഴിയോരത്തുനിന്നൊക്കെ ഇങ്ങനെ പിച്ചുമ്പോൾ പെൻസിലൊക്കെ പിള്ളേർ തരണമെങ്കിൽ പറയും, ഞാൻ നിനക്ക് പെൻസിൽ തരാം, പിന്നെ സ്ലേറ്റിൽ പച്ച കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മഷിത്തണ്ട് കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അന്നെല്ലാവരും നമ്മൾ പറയുന്നതാണെങ്കിൽ സ്കൂളിലെ പിള്ളേരെല്ലാം പറയുന്ന സ്ലേറ്റിൽ പച്ച എന്നാണ് പറയണത്. അപ്പോൾ ഈ പിള്ളേർ എല്ലാവരും എന്ത് ചെയ്യുന്ന, അപ്പോൾ ഞാൻ എൻ്റെ നിന്ന് പെൻസിലൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് പിള്ളേരിൽ നിന്ന് ഈ പച്ച മേടിക്കും. അപ്പോൾ എൻ്റെ നിന്ന് ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ പിള്ളേർ എനിക്കും പെൻസിലൊക്കെ തരും. എന്നാൽ നീ പച്ച കൊണ്ട് തന്നേ ഇല്ലേ, സ്ലേറ്റി പച്ച കൊണ്ട് തന്നേ ഇല്ലേ, അപ്പം നിനക്ക് പെൻസിൽ തരാം എന്നൊക്കെ പറയും. അങ്ങനെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോഴേ അന്നൊക്കെ എൻ്റെ അമ്മമ്മ പറയുമായിരുന്നു. ഒരിക്കൽ ഞാൻ അമ്മമ്മേരെ കൂടെ അമ്മമ്മ ജോലിക്ക് പോയപ്പോൾ ഞാൻ അമ്മമ്മേരെ കൂടെ പോകുമായിരുന്നു. അപ്പോഴന്ന് ആ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ മഷിത്തണ്ട് കാട് കണക്ക് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് മഷിത്തണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഈ മരുന്നാണെന്നൊക്കെ ആണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ അമ്മമ്മ പറയുമായിരുന്നു, ഇത് മരുന്നാണ്. അപ്പം ഞാൻ അമ്മമ്മയോട് പറയും, അമ്മമ്മ തമാശ പറയാതെ എന്ന് പറയും. അപ്പോൾ അമ്മമ്മ പറയും, തമാശയല്ല, ഇത് രാവിലെ വെറും വയറ്റിൽ ഇത് ഇടിച്ച് പിഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്കും വൃക്കയുടെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല മരുന്നാണ്, കയർപ്പൊന്നും ഇല്ലാത്തൊരു മരുന്നാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിച്ചുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പോലെ ഇരിക്കും, വെള്ളമാണ്, മൊത്തത്തിൽ വെള്ളമാണ്. അപ്പം ചില ആൾക്കാർ തോരൻ വെച്ച് തിന്നാറുണ്ട്. തേങ്ങയൊക്കെ അരച്ച് സാധാ തോരൻ വയ്ക്കുന്നത് പോലെയൊക്കെ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് എല്ലാവരും തോരൻ വെച്ച് കഴിക്കാറുണ്ട്, ഇത് സാധായിട്ട്. അപ്പോൾ എന്നാലും കയ്പ്പില്ലാത്തൊരു ഇലയാണ്, കയ്പ്പില്ല. പിന്നെ നമ്മൾ ഈ ഇലയ്ക്കെന്ന് പറയുമ്പോൾ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു കയർപ്പ് പോലെ എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ കയ്പ്പ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ, ഈ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഒരു 1/2 ഗ്ലാസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ, തോനെയല്ലേ കിട്ടണം, എങ്കിലേ നമുക്ക് 1/2 ഗ്ലാസ്സൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്നും രാവിലെ ഇത് ഉപയോഗമുള്ളൂ. രാവിലെ എന്നും വെറും വയറ്റിൽ ഇത് 1/2 ഗ്ലാസ് ഇത് കഴിക്കുമ്പം നമ്മളെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങളും നമ്മളെ വൃക്കയുടെ കംപ്ലൈൻറ്റ്, പിന്നെ അകത്തുള്ള കുടലിനൊക്കെ ഉള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ മഷിത്തണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആയുർവേദത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളറിയത്തില്ല എന്നേ ഉള്ളൂ. ഒരുപാട് മരുന്നുകൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട്. അതൊന്നും നമ്മളറിയത്തില്ല. ഇന്ന ഇന്ന അസുഖങ്ങൾക്കുള്ളതാണ് പിന്നെ നമ്മൾ അറിയത്തുള്ളൂ ഇതിനൊക്കെയുള്ള അസുഖങ്ങളാണെന്ന്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ അരികിലോ വീട്ടിൻ്റെ ബേക്കുവശത്തോ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പിടിക്കത്തുള്ളൂ. വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഇത് പിടിക്കത്തില്ല. പക്ഷെ എന്നാൽ തോരൻ വെച്ച് തിന്നാനും ഇത് രാവിലെ വെറും വയറ്റിൽ ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് കുടിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, നമുക്ക് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ചൊറിയുരണങ്ങളും തേമല അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ ഇത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ചാറിടിച്ച് പിഴിഞ്ഞൊക്കെ കുടിക്കാം. പിന്നെ തോരൻ വെച്ച് തിന്നണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അങ്ങനെയൊക്കെ നല്ല ഇതൊരു ഇലയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ നമ്മളിത് സ്ലേറ്റ് തേക്കുന്ന പച്ചയാണ്, അയ്യോ ഇത് നമ്മൾ തോരൻ വെച്ച് കഴിക്കത്തില്ലല്ലോ, ഇത് നമ്മൾ അസുഖത്തിന് ഉപയോഗിക്കത്തില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അങ്ങനെയുള്ള ആശങ്കയോ അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്നോ അങ്ങനെയുള്ള ഭയപ്പാടൊന്നും വേണ്ട. അപ്പോൾ ഇത് ഇടിച്ച് കഴിക്കുമ്പോൾ ഒരു കയർപ്പൊന്നുമില്ല, നല്ല ഒരു കയർപ്പോ അല്ലെങ്കിൽ ഒരു ചെവ, അങ്ങനെ ഒരു ഇലയുടെ ഒരു ചെവ കാണും, ഇലയ്ക്ക് ഒരു ചെറിയൊരു ഇതൊന്നുമില്ല. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കണ്ണടച്ചങ്ങ് കുടിച്ചാൽ മതി രാവിലെ വെറും വയറ്റിൽ. അപ്പോൾ അസുഖങ്ങളൊക്കെ വരും. പിന്നെ വേപ്പിലയെന്ന് പറഞ്ഞാൽ വേപ്പിലയിൽ അത്ര കയ്പ്പൊന്നുമില്ല. വേപ്പിലയാണെങ്കിൽ ഭയങ്കര കയ്പ്പല്ലേ, പക്ഷെ അങ്ങനെയുള്ള കയ്പ്പൊന്നും ഈ ഇലയ്ക്ക് ഇല്ല, മഷിത്തണ്ടിനില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ല ഉത്തമമായ ഒന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഇതിൻ്റെ ചാറ് കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇത് തോരൻ വെച്ച് കഴിക്കാം. അസുഖത്തിന് തോരൻ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ പറിച്ചു കൊണ്ടുവന്ന് തോരൻ വെച്ച് തേങ്ങയൊക്കെ അരച്ച് നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഇലയാണ് തോരൻ വെച്ച് തിന്നാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെയാണ്
എല്ലാവർക്കും ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്, എല്ലാവരും കാണണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.